നമസ്കാരം. തൃശൂർ പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് എന്ന് ADGP MR അജിത് കുമാർ. പൂരം കലക്കൽ അന്വേഷിച്ച് DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അജിത് കുമാർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് ശ്രമിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഏതാണെന്ന് പറയാതെ പറയുകയാണ്. BJPയുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ്, RSSന്റെ സംസ്ഥാന പ്രമുഖ നേതാവ് എന്നിവരുടെ പേരുകൾ മൊഴിയുടെ രൂപത്തിൽ അനുബന്ധമായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വത്തിലെ ചില ഗൂഢാലോചന നടത്തിയെന്നും പൂരം നാളുകളിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കി എന്നാണ് റിപ്പോർട്ട്. തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തി ഉത്സവം അട്ടിമറിച്ചെന്നാണ് അജിത് കുമാറിന്റെ കണ്ടെത്തൽ. നിയമവിരുദ്ധമായി ആവശ്യങ്ങൾ അനുവദിക്കാതിരുന്നാൽ പൂരം അട്ടിമറിക്കണമെന്ന തീരുമാനം നേരത്തെ എടുത്തിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പൂരം നിർത്തിവെപ്പിച്ച് സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനുമെതിരെ വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നും അജിത് കുമാർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൽപര കക്ഷികളെ ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ. പോലീസ് നിയമപരമായാണ് പ്രവർത്തിച്ചത്. അതേസമയം കമ്മീഷണർ അങ്കിത് അശോകന്റെ പ്രവർത്തനത്തോടുള്ള നീരസം ചില പോലീസ് ഉദ്യോഗസ്ഥർ പൂരത്ത് കാര്യത്തിൽ ഉപയോഗപ്പെടുത്തി. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അട്ടിമറി സൂചനകളൊന്നും നൽകിയിരുന്നില്ല. പൂരം നടത്തുകയല്ല, തൊടുന്യായം പറഞ്ഞ് പൂരം അട്ടിമറിക്കുകയായിരുന്നു ഉദ്ദേശം. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് DGPക്ക് അജിത് കുമാർ റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ DGP ഈ റിപ്പോർട്ട് തള്ളിയിരുന്നു. വീഴ്ച ഉണ്ടാകുമ്പോൾ അജിത് കുമാർ എന്ത് ചെയ്തു എന്നായിരുന്നു DGPയുടെ വിമർശനം. അതേസമയം പൂരം കലക്കലിൽ ത്രിതല അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ADGPയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ കുറിച്ച് വിശദമായി അന്വേഷിച്ച് കേസെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് മേധാവിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കുവാനുള്ള ചുമതലകൾ ഇന്റലിജൻസ് മേധാവിക്കാണ്. അജിത് കുമാറിന്റെ വീഴ്ച സംഭവിച്ചോ എന്ന് DGP നേരിട്ടാണ് അന്വേഷിക്കുന്നത്.